നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുമിറ്റക്കോട്ടെ ഓഡിറ്റോറിയത്തിലെ മുൻ മാനേജർ മണ്ഡപത്തിന്റെ പേരിൽ വ്യാജ രസീത് നിർമ്മിച്ച് വിവാഹങ്ങൾ ബുക്ക് ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാൾ ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. നേരത്തെ ഇതേ ഓഡിറ്റോറിയത്തിൽ മാനേജറായിരുന്ന പ്രതി അക്കാലയളവിൽ കല്യാണത്തിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന വകയിൽ ഉടമസ്ഥനറിയാതെ പണം തട്ടിയെടുത്തിരുന്നു. ഒരേ ദിവസം 2 കല്യാണങ്ങൾ വന്നപ്പോഴാണ് ഇക്കാര്യം ഓഡിറ്റോറിയം ഉടമയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കാലങ്ങളായി നടത്തിയ തട്ടിപ്പ് പുറത്തുവന്നത്. പട്ടാമ്പി വള്ളൂർ സ്വദേശിയായ മോഹൻദാസിനെയാണ് ഓഡിറ്റോറിയം ഉടമയുടെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു. ബുധനാഴ്ച LDF സ്ഥാനാർത്ഥികൾ പഞ്ചായത്തുകളിലേക്കുള്ള പത്രിക നൽകി. കൊപ്പത്ത് പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത്. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബുധനാഴ്ച രാവിലെ സ്ഥാനാർത്ഥികൾ പ്രകടനവുമായാണ് പത്രിക നൽകാൻ എത്തിയത്. LDF നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇരുപത് വാർഡുകളെയും സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരരംഗത്തുണ്ട്. നിലവിലെ മെമ്പർമാരായിരുന്ന S മിനി, S ഇബ്രാഹിംകുട്ടി, TV വത്സല എന്നിവരും ഇത്തവണ വീണ്ടും മത്സരിക്കുന്നുണ്ട്. റിട്ടേണിംഗ് ഓഫീസർ സുമതി, റിട്ടേണിംഗ് ഓഫീസർ അൻസു എന്നിവർ മുഖാന്തരമാണ് പത്രിക നൽകിയത്. 4ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ആതിരയാണ് പത്രിക സമർപ്പിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. 18ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന വിനോദാണ് പ്രായം കൂടുതലുള്ള സ്ഥാനാർത്ഥി. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് LDFന്റെ ആത്മവിശ്വാസമെന്ന് സ്ഥാനാർത്ഥിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ T ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊപ്പത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഉത്തമ വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും അതുപോലെ തന്നെ അഭിമാനത്തോടെയുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ കിട്ടിയ 3.5 വർഷം കൊണ്ട് കൊപ്പം ഗ്രാമപഞ്ചായത്തിനെ കേരള ചരിത്രത്തിലേക്ക് തന്നെ പാലക്കാട് ജില്ലയിലും ആകെ എടുത്തു കാണിക്കാവുന്ന നിരവധി നേട്ടങ്ങൾ കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണസമിതിക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലെ പാവപ്പെട്ട നിരവധി ആളുകളെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കാനും, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാനും, അതുപോലെ തന്നെ ഈ പാലിയേറ്റീവിലെ കിടപ്പ് രോഗികളെ ചേർത്ത് പിടിക്കാനും, അങ്ങനെ എല്ലാ മേഖലയിലും നാട്ടിലെ കർഷകരെ, പഞ്ചായത്തിലെ മുഴുവൻ കർഷകരെ, അങ്ങനെ ഏത് മേഖലയിലും ഉള്ള സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊപ്പം ഗ്രാമപഞ്ചായത്ത് വലിയ രീതിയിലുള്ള ഒരു വികസന കുതിപ്പാണ് കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് കൊപ്പത്ത് ഉണ്ടാക്കിയത്. ഇതിന്റെ എല്ലാം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ കൊപ്പത്ത് നേരിടാൻ പോകുന്നത്. 20 വാർഡിലേക്കും കരുത്തുറ്റ ഊർജ്ജസ്വലരായ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് തെരഞ്ഞെടുപ്പിലൂടെ നമ്മളെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. LDF നേതാക്കളായ അജയകുമാർ, A സോമൻ, PP വിനോദ് കുമാർ, MN സുദീപ്, K മോഹൻദാസ്, M കൃഷ്ണദാസൻ എന്നിവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. വിളയൂർ പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത്. വിളയൂർ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത്. രാവിലെ KKയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു പത്രിക സമർപ്പണത്തിന് എത്തിയത്. നേതാക്കളായ സുബേദ ഇസാഖ്, T ഗോപാലകൃഷ്ണൻ, K മുരളി, T ഷാജി, AK ഉണ്ണികൃഷ്ണൻ, KV ഗംഗാധരൻ, മണികണ്ഠൻ തുടങ്ങിയ നേതാക്കളും സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു. പഞ്ചായത്ത് വരണാധികാരിക്ക് മുമ്പാക്കിയാണ് പത്രിക നൽകിയത്. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് KP നൌഫൽ എന്നിവർ വീണ്ടും മത്സരിക്കുന്നുണ്ട്. മറ്റുള്ളവർ പുതുമുഖങ്ങളാണ്. മുഴുവൻ വാർഡുകളിലും CPM സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. തുടർച്ചയായ പഞ്ചായത്ത് ഭരണം ലക്ഷ്യമിട്ടാണ് LDF രംഗത്തിറങ്ങിയിരിക്കുന്നത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദിന് പട്ടാമ്പി പൗരസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകും. ഈ മാസം 21-നാണ് യാത്രയയപ്പ് നൽകുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പട്ടാമ്പി വില്ലേജ് ഓഫീസർ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ, പട്ടാമ്പി താലൂക്ക് ഭൂരേഖ തഹസിൽദാർ തുടങ്ങിയ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ച VP സെയ്ദ് മുഹമ്മദ് സർവീസ് നിന്ന് വിരമിക്കുകയാണ്. സർവീസ് നിന്ന് വിരമിക്കുന്ന VP സെയ്ദ് മുഹമ്മദിന് പട്ടാമ്പി പൗരവേദിയുടെ നേതൃത്വത്തിലാണ് സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകുന്നത്. ഈ മാസം 21-ന് പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഹാളിൽ വെച്ചാണ് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്യും. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പി താലൂക്കിലെ ഭൂരേഖ തഹസിൽദാരായ സെയ്ദ് മുഹമ്മദിന് പട്ടാമ്പി പൗരസമിതി സ്നേഹോഷ്മമായ ഒരു യാത്രയപ്പ് 21/11/25 നൽകാൻ തീരുമാനിച്ചു. ദീർഘകാലമായി പട്ടാമ്പിയിലെയും പരിസര പ്രദേശത്തിലെയും പട്ടാമ്പി വില്ലേജ് ഓഫീസറായി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാരായി, പിന്നീട് താലൂക്ക് ഭൂരേഖ തഹസിൽദാരായിട്ടും ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അടുത്ത മാസം ഈ കൊല്ലാവസാനത്തോടു കൂടി ഇദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. മിസ്റ്റർ സെയ്ദ് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭൂരേഖ തഹസിൽദാരാണ്. ഈ ഭൂരേഖ അദ്ദേഹത്തിൻ്റെ കൈരേഖ പോലെ മനഃപ്പാടമാണ്. ഈ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും എവിടേക്ക് കുളങ്ങൾ, പള്ളികൾ, അപ്പോൾ എല്ലാവിധ സൗകര്യമുണ്ട്. പട്ടാമ്പിക്കാരനാണ്, അടുത്ത പഞ്ചായത്തിലുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സർവീസ് അവസാനിക്കുന്നില്ല. അദ്ദേഹം ഈ റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം പട്ടാമ്പി തന്നെ ഈ ഭൂരേഖ സംബന്ധിച്ചിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ഓഫീസ് തുടർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. MLA അതിൽ ഉദ്ഘാടനം ചെയ്യും. വിശിഷ്ടാതിഥികളായി ലക്ഷ്മിക്കുട്ടി, മറ്റ് സബ് കളക്ടർ ഹഫ്സ S, ഡെപ്യൂട്ടി കളക്ടർ പാലക്കാട് CP മുഹമ്മദ്, TP ഷാജി, ബാബു കോട്ടയിൽ, ജൂനിയർ സിവിൽ ജഡ്ജ് നീമ നൂർ മുഹമ്മദ്, പട്ടാമ്പി മുനിസിപ്പൽ ഡെപ്യൂട്ടി കളക്ടർ AS ആൽഫ, മുൻ MLA CP മുഹമ്മദ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളും യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. ഈ പൗരസമിതി രൂപം കൊണ്ടത് നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനാ പ്രതിനിധികളും വ്യാപാരികളും മറ്റും ഒത്തുചേർന്ന് ഒരു രൂപമുണ്ടാക്കി. അതിൻ്റെ പേരാണ് പൗരസമിതി. ഈ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ നമ്മുടെ ഭൂരേഖ തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദ് അവർക്ക് ഒരു യാത്രയപ്പും ഒരു ചെറിയ തോതിൽ ആദരവും കൊടുക്കാൻ തീരുമാനിച്ചു. ഈ യാത്രയപ്പ് എല്ലാവരുടെ അഭിപ്രായ പ്രകാരം വളരെ ഗംഭീരമാക്കണം എന്നുള്ളൊരു അഭിപ്രായം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സജ്ജമായ പരിപാടി. ഈ പരിപാടിയുടെ വേദി പട്ടാമ്പി മുനിസിപ്പൽ ഹാളിലാണ്. വൈകുന്നേരം 4 മണിക്ക് വെള്ളിയാഴ്ച. അപ്പോൾ അതിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട MLA മുഹമ്മദ് മുസൈൻ അവറുകളാണ്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഡോക്ടർ KP മുഹമ്മദ് കുട്ടി, ജനറൽ കൺവീനർ T അബ്ദുള്ളക്കുട്ടി, KP കമാൽ, മുരളീധരൻ വേളേരിമഠം, CP അഷ്റഫ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. 2002 ഇവിടെ വില്ലേജ് ഓഫീസറായി വന്നത്. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ 5 വില്ലേജ് ഓഫീസുകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. വിളയൂര്, കുലക്കല്ലൂര്, മുതുതല, പട്ടാമ്പി, അതേമാതിരിയുള്ള പ്രദേശങ്ങളിൽ എല്ലായിടത്തും പുള്ളി വളരെ നല്ല ആക്റ്റീവായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഭൂരേഖ തഹസിൽദാറാണ്. അദ്ദേഹത്തിന് നമ്മൾ ഒരു യാത്രയപ്പ് നൽകുകയാണ്. അപ്പോൾ ജനങ്ങളോടുള്ള ഇടപഴകലിൻ്റെ ആ മഹത്വം തന്നെയാണ് ഈ യാത്രയപ്പ് നൽകാൻ കാരണം. അദ്ദേഹം ജനകീയനായ ഒരു ഓഫീസർ ആയതുകൊണ്ട് മാത്രം സർക്കാർ സംവിധാനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിലും പട്ടാമ്പി ഒരു പൗരസമിതി രൂപീകരിച്ച് പട്ടാമ്പിയിലെ എല്ലാ വിവിധ സംഘടനകളും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് നല്ലൊരു യാത്രയപ്പ് നൽകാൻ തീരുമാനിച്ച ഇവരാണ് നമ്മളിവിടെ പറയുന്നത്. നിളയുടെ തീരങ്ങളെ വെള്ളപ്പട്ടണിയിച്ച് ഭാരതപ്പുഴയിൽ ഇപ്പോൾ ആറ്റുവഞ്ചി പൂക്കാലമാണ്. നീരൊഴുക്ക് കുറഞ്ഞ് മണൽപ്പരപ്പായി മാറിയ പുഴയിൽ തിരമാലക്കണക്കെ കാറ്റിലാടുന്ന ഈ വെള്ളപ്പൂക്കൾ കാഴ്ചക്കാർക്ക് നയനമനോഹരമായ അനുഭവമാണ് സമ്മാനിക്കുന്നത്.
ഇരുകരയും തൊട്ടൊഴുകിയിരുന്ന രൗദ്രഭാവമുള്ള നിലയെ ഓർമ്മകളിൽ മാത്രമൊതുക്കി പുഴയിലെങ്ങുമിന്ന് 10 അടിയോളം ഉയരത്തിൽ ആറ്റുവഞ്ചി ചെടികൾ പൂവിട്ട് നിൽക്കുകയാണ്. നവംബർ അവസാനം മുതൽ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ ഭാരതപ്പുഴയിൽ കൂടുതലായി പൂക്കുന്നത്. തൃത്താല വെള്ളിയാങ്കല്ല് തടയണ മുതൽ ജില്ലാ അതിർത്തിയായ കുമ്പിടി കാങ്കപ്പുഴ വരെ ആറ്റുവഞ്ചി ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം. പൂത്തുലഞ്ഞ ആറ്റുവഞ്ചി പൂക്കൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന പുഴയുടെ കാഴ്ച സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കുന്നുണ്ട്. പുഴയുടെ ഈ സൗന്ദര്യമാറ്റം എന്നാൽ പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണർത്തുന്ന മുന്നറിയിപ്പാണ്. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലച്ച് നീരൊഴുക്ക് കുറയുന്നതിന്റെയും മണൽ മൂടുന്നതിന്റെയും വ്യക്തമായ സൂചനയാണിത്. പാരിസ്ഥിതികമായി ഒരു പുഴയുടെ നാശത്തിലേക്കുള്ള സൂചനയായാണ് ഈ ചെടികളുടെ വ്യാപനം വിലയിരുത്തപ്പെടുന്നത്. പുഴയിലെ ആറ്റുവഞ്ചി ചെടികളും പുൽക്കാടുകളും പക്ഷികളുടെയും മറ്റു ജന്തുക്കളുടെയും പ്രധാന ആവാസ കേന്ദ്രം കൂടിയാണ്. വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ പക്ഷികളും ജീവികളും ഇവയ്ക്കിടയിൽ കൂടുകൂട്ടാറുണ്ട്. എന്നാൽ വേനൽ ശക്തമാകുമ്പോൾ ഈ പുൽക്കാടുകൾക്ക് സാമൂഹിക വിരുദ്ധർ തീയിടുന്നതും ഒട്ടേറെ കിളികളും പക്ഷികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതും സമീപ വർഷങ്ങളിലെ പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. മുൻവേനലുകളിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിട്ട തൃത്താലക്കാർ പുഴയുടെ ഈ രൂപമാറ്റത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അതേസമയം വെള്ളിയാങ്കല്ലും പൈതൃക പാർക്കും നിളാനദിയുമെല്ലാം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് പൂത്തുലഞ്ഞ് കാറ്റിലാടുന്ന ആറ്റുവഞ്ചി പൂക്കൾ വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കർഷകർക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടായിരുന്നു ക്ലാസ്. ദേശീയ പ്രകൃതി കൃഷി സമ്മേളനത്തിന്റെ ഭാഗമായി കൂടിയാണ് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നെൽകൃഷിയെക്കുറിച്ച് കർഷകർക്ക് ക്ലാസ് സംഘടിപ്പിച്ചത്. 100-ലധികം കർഷകർ ക്ലാസ്സിൽ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ പി രാജി ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഇസ്രയേൽ തോമസ്, കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ PS ലക്ഷ്മി, ഡോക്ടർ AS മിജിഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെൽകൃഷിയുടെ രോഗ കീട നിയന്ത്രണത്തെക്കുറിച്ച് പ്രൊഫസർ ഡോക്ടർ K കാർത്തികേയൻ ക്ലാസ് എടുത്തു. നെല്ലിലെ കളകളുടെ നിയന്ത്രണത്തെക്കുറിച്ച് S ശ്രീലക്ഷ്മി ക്ലാസ് എടുത്തു. പൊന്മണിയാണെങ്കിൽ ഒരു 20-25, പൊന്മണിയാണെങ്കിൽ 30, ഉമ്മയാണെങ്കിൽ 25. അപ്പൊ 25 ദിവസം ഉണ്ടാവും. അപ്പൊ ഇടുന്ന കാലം എന്തായിരിക്കണം? യൂറിയാവും പൊട്ടാഷ്യം ആ സമയത്ത് കൊടുക്കണം. യൂറിയ നമ്മൾ സാധാരണ 3 തിരിക്കണം. യൂറിയ മാത്രം 3 പ്രാവശ്യമായിട്ട് ഇടണം. പൊട്ടാഷ്യം 2 തവണ കൊടുക്കണം. പൊട്ടാഷ്യം ഫസ്റ്റ് യൂറിയ കൂടെ പൊന്മണിയാണെങ്കിൽ ഉമ്മയാണെങ്കിൽ 25 കിലോ യൂറിയാവും 15 പൊട്ടാഷ്യം ഇടണം. ഇതേ ജോലിയാണെങ്കിൽ 20ഉം 12 ഇട്ടാലും മതി. 10ഓ 12ഓ ഇട്ടാൽ പൊട്ടാഷ്യം ഇട്ടാൽ മതി. ഇതേ പൊന്മണിയാണെങ്കിൽ നമുക്ക് 30ഉം 20ഉം ഇടാം പൊട്ടാഷ്യം. അത് 30 ദിവസം നമുക്ക് ഇട്ടാൽ മതി. അപ്പൊ ഇടുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും 2 വളങ്ങൾ തീർച്ചയായിട്ടും ചേർക്കണം. ചേർച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെല്ലുണ്ട് വ്യത്യാസം, നല്ല ചെടി വളർച്ച നന്നാവുണ്ടാവും. അതേപോലെ വന്നിട്ട് നിങ്ങൾ അടുത്തിടാനുള്ള വളം ഇപ്പൊ പൊന്മണിക്ക് മാത്രമേ നമുക്ക് 4 തവണയായി കൂടി യൂറിയ കൊടുക്കാം. ഇനി നവമാധ്യമ കാഴ്ച. എത്ര കണ്ടാലും മടുപ്പില്ലാത്ത കാഴ്ചയാണ് ആനച്ചന്തം. കൊമ്പന്മാർ തല ഉയർത്തി നിൽക്കുന്നത് മാത്രമല്ല, തുമ്പിക്കൈ കൊണ്ട് കാണിക്കുന്ന കുറുമ്പുകളും കൗതുകമാണ്. കാണിപ്പയ്യൂരിൽ നിന്ന് അനു നൽകിയ ദൃശ്യം. ഇതോടെ നെളിയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.